ചെന്താമര കാരണം കുപ്രസിദ്ധമായ നെന്മാറ പോത്തുണ്ടിയിലെ ബോയൻ കോളനി വിധി കാത്തിരിക്കുകയാണ്. ഈ നാട് പ്രതീക്ഷിക്കുന്നത് ചെന്താമരയ്ക്ക് ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ ചെന്താമര ആസൂത്രണം ചെയ്ത് കൊലപാതകം നടത്തിയതിന് അവനെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിക്കണം. അല്ലാണ്ട് വേറെ വിധി ഒന്നും അവന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെയൊക്കെ മൊഴി പറയുന്നത്. എല്ലാവരും നാട്ടുകാർ ഇവിടെ ഈ കോളനിയിലുള്ള ബോയൻ കോളനിയിലുള്ള എല്ലാ നാട്ടുകാരും പറയുന്നത് അവനെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിക്കണം എന്നുള്ളതാണ്. ഇവനിങ്ങനെ അവൻ്റെ ഭാര്യ പിണങ്ങി പോയി എന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടുകാരനെ വെട്ടിക്കൊല്ലാന്ന് പറയണത് ശരിയല്ല. അയാൾ ഭയങ്കര മോശമാണ്. അയാൾ ഇങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ ഇയാൾ മനഃപൂർവ്വം ചെയ്ത് തന്നെ അത്. അയാൾക്ക് ജയിൽ ശിക്ഷ ചെയ്യുന്ന അയാൾക്ക് തൂക്കി തന്നെ കൊടുക്കണം. അവൻ എന്തിനാണ് ഈ വഴിക്ക് വരുന്നത്? വരണ്ട അവൻ അങ്ങനത്തുള്ള ആളാണ് അവൻ. പ്രതിയെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പ്രതിയെ ഞാൻ കൊന്നു, ഞാൻ ഇത്ര പേരിനെ കൊന്നുകൊണ്ട് പ്രതി സമ്മതിച്ച അവസ്ഥയ്ക്ക് തക്കതായ ഒരു ശിക്ഷ നിയമപീഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലുള്ള തക്കതായ ശിക്ഷ നിയമപീഠത്തിൽ നിന്നും ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അതേപടി നടപ്പിലാക്കാൻ ഇവിടേക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ ആകെ ഒരു ഭീതിയായിരുന്നു. എന്നേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ചെന്താമര പുറത്തിറങ്ങരുത്. CV അനുമോദ് ചേരുന്നുണ്ട് നെന്മാറ ബോയൻ കോളനിയിൽ നിന്നും. അനുമോദ്, കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കൊലപാതകമാണിത്. കേരളം ആകെ കാത്തിരിക്കുന്നത് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ചെന്താമരയ്ക്ക് ലഭിക്കണമെന്ന് തന്നെയാണ്, അല്ലേ? നോമി, ഞാനിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നെന്മാറ പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിലേക്ക് വരണം. ഞാനിപ്പോൾ കാണിക്കുന്ന വീടാണ് നേരത്തെ ഇവിടെ സാക്ഷിയായിട്ട് പറഞ്ഞിരുന്ന, അതായത് ചെന്താമരയുടെ അയൽവാസിയായ പുഷ്പയുടെ വീട്. പുഷ്പയുടെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. പുഷ്പ ഈ ചെന്താമരയെ പേടിച്ച് തമിഴ്നാട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ഇവരുടെ വീടും സ്ഥലമൊക്കെ സ്വന്തമായിട്ടുണ്ടായിട്ട് തമിഴ്നാട്ടിലെ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതാണ് ഈ ചെന്താമരയുടെ ക്രൂരതയ്ക്ക്, ചെന്താമരയുടെ ഭീതിക്കുള്ള നേർസാക്ഷ്യം. നാട് വിട്ടുപോയ ഈ പുഷ്പയുടെ ആളൊഴിഞ്ഞ് കാട് പിടിച്ചു കിടക്കുന്ന ഈ ഒരു വീട് എത്രമാത്രം ഭയം ചെന്താമര ഈ നാട്ടിലുണ്ടാക്കി എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. ഇതാണ് ചെന്താമരയുടെ വീട്. അതിപ്പോൾ ആരും നോക്കാനില്ലാതെ ഇതെങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ, ആർക്കും ഭീതി തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരെ കാണുന്നതാണ് സുധാകരൻ്റെ, കൊല്ലപ്പെട്ട സുധാകരൻ്റെയും സജിതയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ വീട്. ഇവിടെ വെച്ചാണ് സുധാകരനെ ചെന്താമര വെട്ടിക്കൊന്നത്. ഇതിന് കുറച്ചപ്പുറത്താണ് ലക്ഷ്മിയെ വെട്ടിക്കൊന്നത്. ഈ വീട്ടിനുള്ളിൽ വെച്ചാണ് സജിതയെ വെട്ടിക്കൊന്നത്. അങ്ങനെ ഒരു കാട് പിടിച്ച ആരും വരാത്ത, പൂർണ്ണമായിട്ടും ആരും പകൽ സമയത്ത് പോലും ഒരുപക്ഷെ വരാൻ താല്പര്യപ്പെടാത്ത ഒരു മേഖലയായിട്ട്, ഒരു സ്ഥലമായിട്ട് ബോയൻ കോളനിയിലെ ഈ ഒരു ഭാഗം മുഴുവൻ മാറിയിരിക്കുകയാണ്. നമ്മളിവിടെ വരുന്ന സമയത്ത് നാട്ടുകാരോട് സംസാരിച്ചു, അതായത് ചെന്താമരയുടെയും സുധാകരൻ്റെയൊക്കെ അയൽവാസികളായ ആളുകളോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് ഒന്ന് മാത്രമാണ്: ഇനി ഇയാൾ പുറത്തിറങ്ങരുത്. ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാകും ഇയാൾ പുറത്തിറങ്ങിയാൽ, അതായത് ജയിലിൽ നിന്ന് ചാടിയെങ്കിലും പുറത്തിറങ്ങിയാൽ ഉണ്ടാവുക. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ വേണം ഇയാൾക്ക് നൽകുവാൻ. കാരണം അത്രമാത്രം ക്രൂരതയാണ് അയാൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു കൊലപാതകം, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. അയാൾ ഇനിയും ചിലപ്പോൾ ഇതേ കൃത്യം മറ്റുള്ളവർക്ക് നേരെയും ചെയ്യും. അതുകൊണ്ട് സമാധാനമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അയാൾ പുറത്തിറങ്ങിയാൽ ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടാകരുത്. മാത്രമല്ല, അല്പസമയം മുമ്പ് ബാബു എന്ന ഇവിടുത്തെ മെമ്പർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് നല്ലൊരു കുടുംബജീവിതം പോലും പുറമേ നിന്ന് കിട്ടാത്ത അവസ്ഥയാണ്. അതായത് കല്യാണം പോലും ബോയൻ കോളനിയിലേക്കാണ്, പോത്തുണ്ടിയിലേക്കാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാത്തൊരവസ്ഥ ഉണ്ടായി വരുന്നു എന്നാണ് ബാബു എന്ന മെമ്പർ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അതായത് ഈ ഒരു കൊലപാതകവും ഇയാളുടെ പ്രവർത്തികളൊക്കെ ഈ നാടിനെ ഒന്നാകെ ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ആളുകളെയെല്ലാം വല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തിങ്കളാഴ്ച
കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഏറ്റവും ഉചിതമായ വിധി തന്നെ വരുമെന്ന പ്രതീക്ഷയാണ് ഇവരൊക്കെ പങ്കുവയ്ക്കുന്നത്. കാരണം ഇനി ചെന്താമര പുറത്തിറങ്ങുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുതെന്ന് തന്നെയാണ്. ഏറ്റവും വലിയ ശിക്ഷ തന്നെ, വധശിക്ഷ തന്നെ നൽകണമെന്ന അഭിപ്രായമാണ് മിക്കവരും പങ്കുവയ്ക്കുന്നത്. കേസിൽ 82 സാക്ഷികളിൽ 4 പേർ കൂറുമാറിയിട്ടുണ്ട്. അതെങ്ങനെ കേസിനെ ബാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഉയരുന്നത്. അതിൽ ഒരു ദൃക്സാക്ഷിയാണ് മാറിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. പക്ഷേ ഇതൊക്കെ മറികടക്കാവുന്ന സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഒക്കെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. അത് കൃത്യമായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. മാത്രമല്ല 2019 സജിതയുടെ കൊലപാതകത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് 2025 ഈ 2 കൊലപാതകങ്ങൾ നടന്നതെന്നുകൂടി കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സമൂഹം മനസാക്ഷി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉചിതമായ ശിക്ഷ ഈ കൊടും ക്രൂരന്, ഈ കൊലപാതകയ്ക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവമി. അനുമോദ് പറഞ്ഞത് തന്നെയാണ്. ആ നാടും അല്ലെങ്കിൽ ആ സ്ഥലമൊക്കെ കാണുമ്പോൾ എത്രമാത്രം വേദനയോടുകൂടി തന്നെയാണ് നമ്മൾ അതൊക്കെ കാണേണ്ടത്. പ്രത്യേകിച്ച് അഖിലയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ആ കുട്ടിയുടെ വേദന അതൊരിക്കലും മറക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ ആശ്വസിപ്പിക്കാൻ പോലും ആകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ആ കുട്ടി കടന്നു പോകുന്നത്. അനുമോദ് ആ കുട്ടിയായിട്ട് നേരിട്ട് സംസാരിച്ചല്ലോ. എന്താണ് ആ കുട്ടിയുടെ ഇപ്പോഴും മാനസികാവസ്ഥ? എവിടെയാണ് ഇപ്പോൾ അത് താമസിക്കുന്നത്? എന്താണ് ആ കുട്ടിയിൽ നിന്നും നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നത്? രണ്ട് മക്കളാണ് സുധാകരനുണ്ടായിരുന്നത്. അവരിപ്പോൾ ഇവിടെയല്ല ഉള്ളത്. അവർ ഇവിടേക്ക് വരിക പോലുമില്ല എന്നാണ് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി. അവരുടെ ആരും ഇവിടെ ഇല്ല, പിന്നെ എന്തിനു വരണം എന്നാണ് അഖില ചോദിച്ചത്. അഖില ചിതലിയിലാണുള്ളത്. അഖിലയുടെ സഹോദരി വടക്കാഞ്ചേരിയാണ്. അവരുടെ ഭർത്താവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അഖില ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോളേജ് വിദ്യാർത്ഥിനിയാണ്. ആ കുട്ടിയെ നമ്മൾ രാവിലെ കണ്ട് സംസാരിക്കുമ്പോൾ സത്യത്തിൽ എങ്ങനെ ആ കുട്ടിയോട് സംസാരിക്കണമെന്ന് പോലും നമുക്ക് അറിയാൻ കഴിയാത്തൊരു വേദന ഉണ്ടായി. കാരണം വലിയൊരു ദുരന്തത്തെയാണ് ആ കുട്ടി അതിജീവിച്ചിരിക്കുന്നത്. സ്വന്തം അമ്മയെ സ്വന്തം വീട്ടിലിട്ട് അയൽവാസി വെട്ടിക്കൊന്ന ഒരു തീരാ വേദന, ആ ദുരന്തം, അതിനെ വേദനയിൽ നിന്ന് മറികടന്ന് വരുമ്പോൾ അതുവരെ ആ കുട്ടിയെ നോക്കി വളർത്തിയ അച്ഛനും മുത്തശ്ശിയും അയാളുടെ കയ്യാൽ തന്നെ വേട്ടയാടപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. തീർന്നില്ല. ഇപ്പോഴും ആ കുടുംബത്തോടുള്ള അയാളുടെ പക ബാക്കി നിൽക്കുകയാണ്. ഈ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന ഭീഷണി നിലനിൽക്കുകയാണ്. പുറത്തിറങ്ങുമ്പോൾ ചെന്താമരയുടെ ഛായയുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരാളെ കണ്ടാൽ ആ കുട്ടിക്ക് പേടിയാണ്. കാരണം ഇയാളെങ്ങാനും ജയിലിൽ ചാടി വന്ന് വീണ്ടും ഞങ്ങളെ ആക്രമിക്കുമോ, ഞങ്ങളെ കൊല്ലുമോ എന്ന ഭയം. ഇങ്ങനെ ഒരു തീരാ ഭയമാണ് ആ കുട്ടികളുടെ ജീവിതത്തിലുള്ളത്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം വേട്ടയാടപ്പെടുന്ന ഒരു കുടുംബം എന്നൊക്കെ പറയാം. ഒരു അന്ധവിശ്വാസത്തെ തുടർന്ന് ഏതോ ഒരു ജ്യോത്സ്യനോ അല്ലെങ്കിൽ ആരോ ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളത് ആ 2 കുട്ടികളുടെയും ജീവിതത്തെ വല്ലാതെ വേട്ടയാടുന്ന ഒരവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവരിപ്പോൾ മറ്റൊരു സ്ഥലത്ത് ബന്ധുക്കളോടൊപ്പം ഒക്കെയാണ് താമസം. പക്ഷേ നഷ്ടപ്പെട്ടതിൻ്റെ അത്രയും പ്രിയപ്പെട്ടതൊന്നും അവർക്കിനി നഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രയും വലിയ വേദന അവർക്കിനി അനുഭവിക്കാനുമില്ല. പക്ഷേ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും അവർക്ക് സുരക്ഷിതത്വം വേണമെങ്കിൽ അത് ഈ കൊടും ക്രൂരൻ, ഈ കുറ്റവാളി, ഈ കൊലയാളി അത് ജയിലിനുള്ളിൽ തന്നെ വേണം. അതല്ലെങ്കിൽ അയാൾക്ക് അർഹിക്കുന്ന ഏറ്റവും പരമോന്നത ശിക്ഷ തന്നെ നൽകണം. അതല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒരിക്കലും നീതി കിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നവമി. അനുമോദ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതിനിടയിൽ വിചാരണ വേളയിൽ കൂറുമാറിയ സാക്ഷി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.